ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ബൈജു വേഗം വന്നിട്ട് തന്നെ കല്യാണിത് പറയുന്നുണ്ട്, കല്യാണിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അച്ഛൻ എന്ത് പറ്റിയെന്ന് കല്യാണി ചോദിക്കുമ്പോൾ അത് മൂപ്പർക്ക് നേരത്തെ നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ കല്യാണി, അതുപോലെ ചെറിയൊരു നെഞ്ചുവേദന പെണ്ണ് കണ്ട് ഇറങ്ങിയപ്പോ വന്ന വേദനയാണ്. സത്യമായിട്ട് നെഞ്ചുവേദന തന്നെയാണോ ബൈജു? അതേന്നേ, ഞാനിതിനെ കല്യാണി എടുത്ത് നുണ പറഞ്ഞത്. കല്യാണി എത്രയും പെട്ടെന്ന് വാ, കിരണളിയനെ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്. കല്യാണി വാ എന്ന് പറയാണ്. അമ്മ ഞാൻ ഇന്ന് പോയിട്ട് വരാം. ശരി മോളെ എന്ന് കല്യാണി പറയുന്നുണ്ട്. ശേഷം ബൈജു വണ്ടി എടുക്കുമ്പോഴേക്കും കല്യാണി ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് ബൈജു അടുത്ത്, ബൈജു സത്യം പറ, എന്റെ അച്ഛൻ നെഞ്ചുവേദന തന്നെ വന്നതാണോ? എന്റെ അച്ഛൻ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇതെന്താ എങ്ങനെ സംഭവിച്ചത്? കല്യാണി അതൊന്നും എനിക്കറിയില്ല, നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോണത്, നേരിട്ടെല്ലാം അറിയാലോ. കല്യാണി നമുക്ക് എത്രയും പെട്ടെന്ന് പോകാതെ വേണ്ടി കല്യാണിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കാട്ടോ നമ്മുടെ ബൈജു. അങ്ങനെ വണ്ടി എടുക്കുന്നുണ്ട്. അതേസമയം കിരണാണെങ്കിൽ ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കല്യാണി ബൈജു കല്യാണിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ കിരണിന്റെ അടുത്തേക്ക് കല്യാണി ഓടി വരും. കിരണേട്ടാ, എന്റെ അച്ഛൻ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് കല്യാണി പിന്നെ അച്ഛന് മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നാണല്ലോ, പിന്നെ എങ്ങനെ നെഞ്ചുവേദന വന്നു? ഇതിന്തിനാ കേട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അച്ഛനെ കൊണ്ടുവന്നിരിക്കണത്? നെഞ്ചുവേദന വന്ന അച്ഛനെ കൊണ്ടുപോകേണ്ടത് ICUലേക്കല്ലേ, പിന്നെ ഇതിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നത്? സത്യം പറ കിരണേട്ടാ, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും ബൈജു പറഞ്ഞിട്ട്, കല്യാണി അത് ഞാൻ കല്യാണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നുണ പറഞ്ഞതാ, അച്ഛന് നെഞ്ചുവേദനയാണെന്നൊക്കെ. ശരിക്കും നെഞ്ചുവേദന അല്ല, കുത്തുകൊണ്ടതാ എന്ന് പറയാണ്. കുത്തുകൊണ്ടതാണോ? എന്തൊക്കെയാ ബൈജു പറഞ്ഞത്? കിരണേട്ട സത്യം പറയാതെ വേണ്ടി കിരണിന്റെ ഷർട്ടിനെ പിടിച്ച് വലിക്കുകയാണ് കല്യാണി. കിരൺ പറയണ്ട്, കല്യാണി സത്യം ഞാൻ പറയാം, ഞങ്ങള് പെണ്ണ് കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ കിരൺ പറയാട്ടോ. ഇറങ്ങിയ സമയത്ത് കിരണിനെ കുത്താൻ വേണ്ടി 2 ഗുണ്ടകൾ കത്തിയായിട്ട് വന്നപ്പോഴേക്കും പ്രകാശൻ കിരണിനെ തള്ളി മാറ്റി. ആ കത്തിയുടെ മൊന കുത്തിക്കേറിയത് പ്രകാശന്റെ വയറ്റിനിട്ടാണെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അത് കേൾക്കുന്നത് കല്യാണി ആകെ ഷോക്കായി പോവുകയാണ്. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ കിരണേട്ട, എന്തോ അപകടം വരാൻ പോകുന്നുണ്ടെന്ന്. കിരണേട്ടന് ഓർമ്മയുണ്ടോ, മുമ്പ് ഞാനും ചേച്ചിയും കൂടി ഇതേ സ്റ്റെഫിയുടെ പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോയപ്പോഴാണ് അപകടം സംഭവിച്ചത്. വിക്രത്തിന്റെ ഗുണ്ടകളും കൂടി വന്ന് ഞങ്ങളെ ആക്രമിച്ചത്. അതുപോലെ തന്നെ ഇപ്പോഴും അവളുടെ വീട്ടിലേക്ക് പോയപ്പോ തന്നെയാണ് എന്റെ അച്ഛനും കിരണേട്ടനും ആക്രമണം ഉണ്ടായത്. അപ്പൊ അതിനർത്ഥം എന്താണ്? സ്റ്റെഫിയുടെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, സ്റ്റെഫിയുടെ പിന്നിൽ ആരും ഉണ്ടെന്ന്. അതല്ലേ കിരണേട്ട വിചാരിക്കേണ്ടത് എന്ന് കല്യാണി ചോദിക്കുമ്പോ കിരൺ പറയണ്ട്, അതേ കല്യാണി, എനിക്കത് അപ്പോഴേ തോന്നിയതാണ്. പിന്നെ എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന തിരക്കിൽ ഞാൻ അവളെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തില്ല. എടാ ബൈജു, നിന്നോട് പറഞ്ഞിട്ടില്ല നോക്കിയും കണ്ടും വേണം ഓരോരുത്തരെ പെണ്ണ് കാണാൻ കൊണ്ടുപോകാനായിട്ട്. അതിന് നിങ്ങളുടെ ശത്രുക്കളൊക്കെ ജയിലിലല്ലേ ആളിയാ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാ. എടാ, ശത്രുക്കള് ജയിലിലാണെങ്കിലും അവരുടെ കൂട്ടാളികൾ പുറത്തുണ്ടാവുമല്ലോ. ശരിയാ അളിയാൻ പറഞ്ഞത്, എനിക്കിപ്പോ എന്തൊക്കെയോ സംശയം തോന്നുക എന്ന് ബൈജു പറയുന്നുണ്ട്. ഈശ്വര, എന്റെ അച്ഛന്റെ അവസ്ഥ ഇപ്പൊ എന്താ കിരണേട്ടാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ട്, അതെ, ഇത്തിരി ക്രിട്ടിക്കലാണ് സ്റ്റേജ്, ഇപ്പൊ വെന്റിലേറ്ററിലാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കല്യാണി ഷോക്ക് ആവാണ്. ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന ബ്ലഡിന്റെ അധികം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ കല്യാണി വേണ്ട, എന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഡോക്ടർ എന്ന് പറയാണ്. ശരി, എന്നാൽ കല്യാണിയുടെ ബ്ലഡ് എടുക്കാം, എനിക്ക് എന്റെ ബ്ലഡ് എടുക്കാൻ ഡോക്ടർ ആഗ്രഹം എന്ന് കല്യാണി പറയുമ്പോൾ ശരി കല്യാണി എടുക്കാം, പക്ഷെ എങ്കിലും എത്ര ബ്ലഡ് വേണോ അത്രയും ബ്ലഡ് വേണം, നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തുടങ്ങണം. എന്നാലും ഓപ്പറേഷൻ ചെയ്താലും സാധ്യത വളരെ കുറവാണ്, 1% ചാൻസ് മാത്രമേ ഓപ്പറേഷൻ വിജയിക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് കയറി പോവാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പൊട്ടിക്കരയാട്ടോ കല്യാണി. പിന്നീട് കാണിക്കണം നമ്മുടെ സ്റ്റെഫീനെയാണ്. സ്റ്റെഫി ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്നിരിക്കാട്ടോ. ഗംഗപ്രസാദ് ചോദിക്കണ്ടേ, എടി എന്തായി കാര്യങ്ങൾ, കുത്തുകൊണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൊണ്ടടാ, കൊണ്ടു, കുത്ത് വയറ്റിനിട്ട് തന്നെ കൊണ്ടു. ആണോ? ഈശ്വര, സംഭവിക്കേണ്ടത് സംഭവിച്ചല്ലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കണത്? നോക്ക്, നിന്നെ വല്ല ആരെങ്കിലൊക്കെ കണ്ട പോലീസൊക്കെ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരിക്കും. അതൊക്കെ ആയിരിക്കും. അല്ല, കുത്തുകൊണ്ട് നിനക്ക് അതൊരു സന്തോഷമില്ലാത്തത്? എടാ, കുത്തു കൊണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, ആർക്ക് കൊണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ കിരണിനല്ലേ കൊണ്ടത്? അല്ലടാ, അയാളുടെ ഇപ്പൊ ഡ്രൈവറായിട്ട് ഒരുത്ത് നടക്കുന്നുണ്ടല്ലോ, ഭയങ്കര സ്നേഹിച്ചിട്ട് അവന്റെ അമ്മായച്ഛൻ, അതായത് കല്യാണിയുടെ അച്ഛൻ, അവനെയാ കുത്തുകൊണ്ടത്. നീ എന്തൊക്കെയാണ് പറയണത്? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാടാ. ഗുണ്ടകൾ കുത്താൻ വേണ്ടിട്ട് കത്തിയായിട്ട് ഇങ്ങനെ പോയപ്പോഴേക്കും കിരണിനെ അവിടെ നിന്ന് തള്ളി മാറ്റിയിട്ട് പ്രകാശ് എന്ന് പറഞ്ഞ അയാളാടെ കയറി നിന്നത്. ഗുണ്ടകളുടെ കുത്തു കൊണ്ടത്, കത്തിയുടെ മൊന കൊണ്ടത് അയാളുടെ വയറ്റിനിട്ടാ. നല്ല രീതിയിൽ തന്നെ മുറിവ് സംഭവിച്ചിട്ടുണ്ടോ? എന്നിട്ട് അയാൾ മരിച്ചോ? എനിക്കറിയില്ല, എങ്കിലും നിന്നെ അന്വേഷിച്ചപ്പോ പോലീസുകാരൊക്കെ നടക്കുന്നുണ്ടാവില്ലേ? നീ എന്തായാലും എവിടെയെങ്കിലൊക്കെ പോയിക്കും, എന്നാലും നീ സന്തോഷ വാർത്ത കേൾപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊന്നും നടന്നില്ല. ഞാൻ പറഞ്ഞതില്ല, കിരൺ കരുത്തനാണ്, അധികം പേര് നിർത്തണമെന്ന്. എടാ, ഞാൻ അധികം പേര് നിർത്തിയതാണ്, പക്ഷെ ഒരാള് മാത്രം കത്തിയായിട്ട് മുന്നിലോട്ട് പാഞ്ഞു വന്നുള്ളൂടാ, അതാ പ്രശ്നം. പിന്നെ കിരണിന്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുത്തു, എല്ലാരും തല്ലി ചതച്ചു. പിന്നെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാളെ പൊക്കിക്കൊണ്ട് അവൻ പോയി.
നിന്നെ സംശയം ഉണ്ടാവന, പിന്നെ സംശയം ഇല്ലാതിരിക്കോ? അന്ന് പ്രോപ്പർട്ടി കാണാൻ പോയപ്പോഴും കല്യാണിനെയും കാർത്തിനെയും വകവരുത്താൻ വേണ്ടി ശ്രമിച്ചതും ഞാൻ നിൽക്കുമ്പോ തന്നെയല്ലേ. ഇപ്പൊ അതെ പ്രകാശനിട്ട് കുത്തുകൊണ്ടു, അതിനെ കാരണം ഞാൻ തന്നെയല്ലേ. അതുകൊണ്ട് സംശയമൊക്കെ ഉണ്ടാകും. എന്നാൽ നീ എവിടെയെങ്കിലും പോയി മാറി നിന്ന് ഒളിക്ക്. ആ പോലീസായിട്ട് പിടിക്കണമെങ്കിൽ പിടിക്കട്ടടാ, ഞാൻ എന്താ ചെയ്തോളാം എന്ന് പറയണം. ആ സമയത്ത് ഗംഗാപ്രസാദ് പറയണ്ട്, പക്ഷെ ഇനി ആ കിരണിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടി വരുമോടി എന്ന് ചോദിക്കുകയാണ്. എന്തായാലും നിരാശപ്പെടുത്തുന്ന വാർത്തയാണല്ലോ നീ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകുക കേട്ടോ. ആ സമയത്ത് വിക്രം അവിടെ ഇരിക്കുന്നുണ്ട്. വിക്രത്തിനെ കാണുന്നത് ഗംഗപ്രസാദിന് ദേഷ്യം പറഞ്ഞ എടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഗംഗപ്രസാദ് വിക്രത്തിനെ ഭയങ്കര അടിക്കുവായിട്ട് പുറത്തും കഴുത്തിലും കയ്യിലും കാലിലൊക്കെ അടിക്കുകയാണ്. അപ്പൊ വിക്രം ചോദിക്കണ്ടേ, എന്താ ഏട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കണത്, എന്തിനാ എന്നെ ഉപദ്രവിക്കണത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗംഗപ്രസാദ് പറഞ്ഞിടാ എല്ലാം പോയടാ പോയി, എന്താ കുത്തുകൊണ്ടില്ലേ, കൊണ്ടു, പിന്നെ എന്തിനാ എന്നെ അടിക്കണത്? അപ്പോ കിരൺ ചത്തോ? കിരൺ അല്ലട കുത്തുകൊണ്ടത്, നിന്റെ സ്വന്തം അച്ഛനെയാണ് കുത്തുകൊണ്ടത്. അയാൾക്ക് എങ്ങനെ കുത്തുകൊണ്ടു? നിന്റെ അച്ഛൻ ഇപ്പോ കിരണിനെ സ്നേഹിക്കുന്ന ഭയങ്കര വലിയ ആളാണല്ലോ. കിരണിനെ കുത്താൻ പോയ സമയത്ത് കിരണിനെ തള്ളി മാറ്റി, അപ്പൊ നിന്റെ അച്ഛനിട്ട് കുത്തുകൊണ്ടു. ഓ ഏട്ടാ അയാളെ ചത്തോ? അയാൾ ചത്താലും ജീവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഗംഗപ്രസാദ് പറയാണ്. എന്നാലും അയാള് ചാവണം ചേട്ടാ, അതാ എന്റെ ആഗ്രഹം. കിരണിനെയും കരണിനെ സ്നേഹിക്കുന്ന അയാള് ചാവണം എന്ന് പറയണം. എടാ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, എന്നാൽ കിരണിനെ കരണിക്ക് കുത്തുകൊണ്ടില്ല. എന്റെ ദിവസം തന്നെ പോയി, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ദിവസം വരുന്നത് എല്ലാം പോയി, എല്ലാം വെറുതെയായി. ഇനിയിപ്പോ ഞാൻ തന്നെ ജയിലിൽ ചാടേണ്ടി വരും രണ്ടിനെ ഇല്ലാതാക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അകത്തേക്ക് കയറി പോവാട്ടോ. ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. പക്ഷെ എങ്ങനാലും കുത്തു കൊണ്ടില്ലല്ലോ അവർക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രവും. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും കിരണും കല്യാണിയാണ്. അവരങ്ങനെ ഡോക്ടറിന്റെ റൂമിൽ കയറി സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പ്രകാശിന്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണ്, അത് കരള് മുറിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയാണ്. അയ്യോ ഡോക്ടർ, അതെ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം. പിന്നെ ബ്ലഡ് കല്യാണി തരാന്ന് പറഞ്ഞല്ലോ. അത് മാത്രല്ല കല്യാണിന്റെ അച്ഛൻ മുമ്പ് ഒരുപാട് മദ്യപിക്കുന്നുണ്ട്, കരള് ഒരുപാട് വീക്കാണ്. അതിനിടക്ക് ഇപ്പൊ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളും പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ കല്യാണി. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1% ചാൻസ് മാത്രം ജീവിക്കാൻ വേണ്ടി വെച്ചാൽ മതി. ഡോക്ടർ കരള് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഡോക്ടർ. കല്യാണി കരള് കൊടുത്താലും രക്ഷപ്പെടുമെന്ന് അറിയില്ല, നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. എന്തായാലും നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ കല്യാണി ആകെ ഷോക്ക് ആവാണ്. കിരൺ കല്യാണിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ബൈജു ചോദിക്കണ്ടേ എന്തായും ചോദിക്കുമ്പോ എന്താവാനാ, കരള് മുറിഞ്ഞു പോയെന്നാ പറയണത്. കല്യാണി കരള് കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു, പക്ഷേ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ, ചാൻസ് കുറവാണെന്നൊക്കെയാ പറയണത്. ഇത് പറയുമ്പോ കല്യാണി പൊട്ടിക്കരയാണ്. ബൈജു പറയുന്നുണ്ട് ഒരു കാർത്തിക ചേച്ചിനെയൊക്കെ വിവരം അറിയിക്കണ്ടേ? അതെ കാർത്തിക ചേച്ചിനെയൊക്കെ വിവരം അറിയിക്കണമെന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ എന്തായാലും നീ സ്നേഹിക്കുന്ന പോലെ പ്രകാശൻ എന്ന് പറഞ്ഞ നിന്റെ അച്ഛനെ വേറെ ആരും സ്നേഹിച്ചിട്ടില്ല കല്യാണി. നീ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ നിന്റെ അച്ഛൻ മാറി ഒരുപാട് സ്നേഹിക്കണമെന്ന്, പക്ഷെ ഞങ്ങൾ ആരും അത് കേട്ടില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ പറഞ്ഞതാ സത്യം, നിന്റെ അച്ഛൻ ആകെ മാറിയിരിക്കുന്നു. കാർത്തിക ചേച്ചിനെ വിവരം അറിയിക്കണ്ടേ കിരണേട്ടാ? കാർത്തികനെ വിവരം അറിയിക്കണം. നിന്റെ അത്ര വിഷമമൊന്നും കാർത്തികൊക്കെ ഉണ്ടാവില്ല. ആര് പറഞ്ഞു കിരണേട്ടാ? കാർത്തിക ചേച്ചിയും അച്ഛനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. ബൈജു പറയണ്ട ഞാനിന്ന് കാർത്തിക ചേച്ചിനെ വിളിക്കാം എന്നിട്ട് ഫോൺ എടുത്ത് കാർത്തികിനെ വിളിക്കാണ്. കാർത്തിക അപ്പൊ കാറിലായിരിക്കും കേട്ടോ. ഹലോ ബൈജു, പെണ്ണ് കാണാൻ പോയിട്ട് എങ്ങനെയുണ്ട്? അതൊക്കെ ഞാൻ പിന്നെ പറയാം ചേച്ചി. ചേച്ചി ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ എന്താ ബൈജു കാറിലാണ്. ചേച്ചി പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ വരാവോ? എന്ത് പറ്റി ബൈജു? അതൊക്കെ വന്നിട്ട് പറയാം ചേച്ചി, ഞാനിപ്പോ അതിന്റെ അടുത്ത് തന്നെയുണ്ട്, എന്നാ പെട്ടെന്ന് വാ എന്നിട്ട് ഫോൺ വെക്കാണ് ബൈജു. കാർത്തിക പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ബൈജു പറഞ്ഞിട്ട് ചേച്ചി ഇപ്പൊ തന്നെ വരും, ഇവിടെ അടുത്ത ഇവിടെ തന്നെയുണ്ട്, പെട്ടെന്ന് എത്താന്നാ പറഞ്ഞത്. അമ്മമാർക്കൊക്കെ ദേഷ്യമുണ്ട്, അമ്മമാരൊന്നും വരില്ലായിരിക്കും അല്ലേ കിരണേട്ടാ? അറിയില്ല, ഇനിയിപ്പോ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ കല്യാണി. അയാളെ സ്നേഹിക്കേണ്ട സമയത്ത് നമ്മൾ ആരും സ്നേഹിച്ചില്ല, നീ മാത്രമേ സ്നേഹിച്ചുള്ളൂ. ഇനിയിപ്പോ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാവുന്ന അത്ര സ്നേഹം നമ്മൾ കൊടുക്കണം എന്നൊക്കെ കിരൺ പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.